ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് ദ ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ വി ക്യാൻ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ വി ക്യാൻ മൂവ് ദാറ്റ് ഫോഴ്സ് അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ. ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നെങ്കിൽ ആ ഫോഴ്സിനെ നമുക്ക് അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ, ഓരോ ഫോഴ്സിനും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ നമുക്ക് ആ ഫോഴ്സിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഫോഴ്സ് ബോഡിയിൽ കോണ്ടാക്ട് വേണം. അതായത് ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ ആ ബോഡിയിലത്തെ ഏത് പോയിന്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഫോഴ്സിനെ ഷിഫ്റ്റ് ചെയ്യാം, പ്രൊവൈഡഡ് ആ ഫോഴ്സ് എപ്പോഴും അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ കീപ്പ് ചെയ്യണം. അപ്പൊ ഇനീഷ്യലി ഇവിടെ എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫോഴ്സിന് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെ ഡോട്ടർ ലൈൻസ് വെച്ച് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ലൈനിൽ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ ഈ എഫ് എന്നുള്ള ഫോഴ്സിനെ ലാസ്റ്റ് ഫിഗറിൽ മാർക്ക് ചെയ്തേക്കണമെന്ന് ഈ റൈറ്റ് എൻഡിൽ ബി എന്നുള്ള പോയിന്റിലും വേണമെങ്കിൽ നമുക്ക് കൊടുത്തു വയ്ക്കാം. അലോങ് ദ ലൈൻ ഇൻ ദാറ്റ് ബോഡി, ആ ബോഡിയിൽ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക്, ഒരു ബോഡിയിൽ നിന്ന് വേറെ ബോഡിക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഒരു ബോഡിയിൽ തന്നെ അലോങ് ദ ലൈൻ നമുക്ക് ആ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ പറഞ്ഞ പോലെ അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനോ യൂണിഫോം മോഷനോ ഒരു വേരിയേഷനും നമുക്ക് വരില്ല. ഓക്കെ. അക്കോർഡിംഗ് ടു ദിസ് ലോ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ, state of rest or uniform motion, the state of rest or uniform motion of a rigid body is unaltered if a force acting on its body is replaced by another force of the same magnitude and action but acting on anywhere on the body along the line of action. അവർ പറഞ്ഞേക്കുന്നത് ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സിന് നമ്മൾ വേറൊരു ഫോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്തു, ഹാവിംഗ് ദ സെയിം ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് അറ്റ് anywhere on the body on the line of action. അത്രയാണ് ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്. ഇത് നമുക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് ചോദിക്കാറുള്ള ലോസിലെ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്. ഓക്കെ. ഇനി നമുക്ക് ഫോഴ്സ് എന്താണെന്നും ഫോഴ്സിന്റെ എഫക്ട് എന്താണെന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെ വരുന്നത്. ഓക്കെ. സോ വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ഫോഴ്സ്? അപ്പോൾ നമ്മളൊരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ ഇറ്റ് ക്യാൻ ചേഞ്ച് ദ മോഷൻ ഓഫ് ദ ബോഡി. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു ബോളിനെ പിടിച്ച് നമുക്ക് പുഷ് ചെയ്താൽ ആ ബോൾ ഉരുണ്ടു പോകും. സോ വി ക്യാൻ ക്രിയേറ്റ് എ മോഷൻ ഓൺ എ ബോഡി ഓർ എ ബോൾ, ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്, വി ആർ അപ്ലൈങ് സം ഫോഴ്സ്, സോ വി ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് ബോൾ. സോ അഗെയിൻ വി ക്യാൻ സ്റ്റോപ്പ് ദ യൂണിഫോം മോഷൻ ഓർ മോഷൻ ഓഫ് ദ ബോഡി. ക്രിയേറ്റ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ചേഞ്ച് ദ മോഷൻ ഓഫ് ദ ബോഡി. രണ്ടും നമുക്ക് പറ്റും. അതേപോലെ നമുക്ക് ആക്സിലറേഷനും പറ്റും, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട്, അല്ലേ? നമ്മളിപ്പോൾ ഒരാൾ സൈക്കിളിൽ നമ്മൾ പോകുമ്പോൾ ഒരു പുഷ് കൊടുത്താൽ സ്പീഡ് വിൽ ബി ഇൻക്രീസ്ഡ്. സോ ദാറ്റ് ഈസ് കോൾഡ് വി ക്യാൻ ആക്സിലറേറ്റ് ദ മോഷൻ ഓഫ് ദ ബോഡി. അതും ഫോഴ്സിന്റെ ഒരു എഫക്റ്റ് ആണ്. സിമിലർലി അഗെയിൻ സൈക്കിളിൽ ഒരാൾ പോകുമ്പോൾ നമ്മൾ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ദ വെലോസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ്, അല്ലെങ്കിൽ സ്പീഡ് വിൽ ബി റെഡ്യൂസ്ഡ്. സോ വി ക്യാൻ by applying a force we can retard the motion of the body. Acceleration നേരെ ഓപ്പോസിറ്റ് വേർഡ് ആണ് റിട്ടാർഡേഷൻ. We can retard the motion of the body. അതും ഫോഴ്സിന്റെ ഒരു എഫക്റ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ റിട്ടാർഡ് കൊടുത്ത പോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓൾറെഡി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡീനെ നമുക്ക് അതിനെ can bring it to rest. നമുക്ക് അതിന് മൂവ്മെന്റ് നിർത്താനും പറ്റും. ഇനി ഇതൊന്നും ഇല്ലാണ്ട് സപ്പോസ് ഇപ്പൊ നമ്മളെല്ലാവരും എവിടെയാ ചെയറിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്, ചെയറിന്റെ മുകളിൽ നമ്മുടെ വെയിറ്റ് മൊത്തം അപ്ലൈ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും എഫക്റ്റ് വന്നിട്ടുണ്ടോ? നമ്മളൊരു സ്റ്റൂളാണ്, സ്റ്റൂളിന്റെ മുകളിൽ നമ്മൾ ഇരിക്കുകയാണ്. ഓക്കെ. എന്തെങ്കിലും എഫക്റ്റ് വരുന്നുണ്ടോ? നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എഫക്റ്റുകളൊന്നും അതിൽ ഡെവലപ്പ് ആയിട്ടില്ല. ബട്ട് അവിടെ ഒരു എഫക്റ്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ സ്ട്രെസ്സസ്. ഇന്റേണൽ സ്ട്രെസ്സസ്. ഇപ്പൊ സ്ട്രെസ് എന്നുള്ള വാക്ക് നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സ്ട്രെസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ബോഡി അഗെയിൻസ്റ്റ് ദ അപ്ലൈഡ് ഫോഴ്സ് ആണ്. ജസ്റ്റ് നമുക്ക് ഒരിക്കലും നമുക്ക് സ്ട്രെസ് എന്താണെന്ന് ചോദിക്കില്ല, മെക്കാനിക്സ് അല്ല. സ്ട്രെസ് എന്ന് പറയുന്ന മെക്കാനിക്സിന്റെ ഹയർ വേർഷൻ, മീൻസ് അടുത്ത ലെവലിലെ മെക്കാനിക്സ് സോളിഡ്സിലാണ് സ്ട്രെസ് ശരിക്കും പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് പറഞ്ഞു മാത്രം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ചെയറിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ഉണ്ട്.
ബട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് അതിലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് ആ ഫോഴ്സിന് ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഇരിക്കുന്ന മെറ്റീരിയൽ മാറ്റി കൊടുക്കണം. അപ്പൊ നമ്മളെല്ലാം ഇരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ചെയറിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പ്ലാസ്റ്റിക് ചെയർ അല്ലെങ്കിൽ മെറ്റൽ ചെയറിലോ ഒക്കെ ആയിരിക്കും. അത് മാറ്റിയിട്ട് പേപ്പർ കൊണ്ട് നിങ്ങൾ ചെയറിന്റെ ഒരു പോർഷൻ ഏകദേശം ഷേപ്പ് ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറിയിരുന്നാൽ the resistance offered അല്ലെങ്കിൽ stress offered by the paper will be very much less compared to the metal and plastic. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ചെയറിൽ ഇരിക്കുന്ന വെച്ചെങ്കിൽ ഓക്കെ ഇറ്റ് ക്യാൻ ഒരാളുടെ വെയിറ്റ് ഒക്കെ അതിന് താങ്ങാൻ പറ്റും. ഒരാളെ കൂടെ നിങ്ങളുടെ മേത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഇറ്റ് കനോട്ട് വിസ്റ്റാൻഡ് ദാറ്റ് മച്ച് ഫോഴ്സ്. അത്രയും ഫോഴ്സ് അതിന് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതിന് ചെറിയ ബെൻഡിങ്ങും ഒക്കെ വന്നിട്ട് അതിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ വെൻ വി അപ്ലൈ എ ഫോഴ്സ്, ചില ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ചേഞ്ച് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ അങ്ങനെയുള്ള കേസുകളിൽ ഇറ്റ് വിൽ ഡെവലപ്പ് ഇന്റേണൽ സ്ട്രെസ് ഇൻ ദ ബോഡി. അത് മാത്രം പഠിച്ചാൽ മതി. ഇറ്റ് വിൽ ഡെവലപ്പ് ഇന്റേണൽ സ്ട്രെസ് ഇൻ ദ ബോഡി. സ്ട്രെസ് എന്താണോ അങ്ങനെ കാര്യങ്ങളൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, പഠിക്കുന്ന യാതൊരു നിർബന്ധമില്ല. സോ ഫോഴ്സിന്റെ ഒരു എഫക്റ്റ് ആണ് ഇറ്റ് ക്യാൻ ബിൽഡപ്പ് ഓർ റൈസ് ഇന്റേണൽ സ്ട്രെസ് ഇൻ ദ ബോഡി. ഓക്കെ, ഇനി ഈ ഫോഴ്സിന് കുറച്ച് കാരാസ് ഉണ്ട്. ഫോഴ്സിന് ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഗോട്ട് മാഗ്നിറ്റ്യൂഡ്. നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിന് നമുക്ക് മാഗ്നിറ്റ്യൂഡ് അറിയണം, ഡയറക്ഷൻ അറിയണം, നേച്ചർ അറിയണം, പോയിന്റ് ഏത് പോയിന്റിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തതെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓക്കെ ഐ ഹാവ് അപ്ലൈഡ് 100 ന്യൂട്ടൺ ഫോഴ്സ്. നമ്മളിപ്പോൾ ഒരു ബോഡി, ഒരു കാർ, നമ്മുടെ വീട്ടിലൊരു കാർ ഉണ്ട്. ആ കാറിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കാറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു. ആ അപ്ലൈ ചെയ്ത ഫോഴ്സ് കാരണം കാറിന് ഏത് മൂവ്മെന്റ് ഉണ്ടായി എന്ന് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പൊ ആദ്യത്തെ വാല്യൂ ആണ് വി ഹാവ് ടു നോ ദ മാഗ്നിറ്റ്യൂഡ്, ഹൗ മച്ച് ഫോഴ്സ് വി ഹാവ് അപ്ലൈഡ്. നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കാറിന് മൂവ്മെന്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കാറ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നോർമൽ കാറിന്റെ ഒരു വെയിറ്റ് 1000 കിലോഗ്രാം ആണ്. സോ വി ആർ അപ്ലൈയിങ് അതിനെ മൂവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, വി ഹാവ് അപ്ലൈഡ് 1000 കിലോഗ്രാം മൂവ് ചെയ്യാനുള്ള ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു പറഞ്ഞു. ഓക്കെ, 100 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ കാർ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മൂവ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഐ ഹാവ് അപ്ലൈഡ് 100 ന്യൂട്ടൺ ഫോഴ്സ് ഓൺ ദിസ് കാർ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും കാർ വിൽ മൂവ്? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ 100 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ചിലപ്പോ ടോപ്പ് ടു ബോട്ടം ആയിരിക്കും, ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ട് താഴേക്ക് അപ്ലൈ ചെയ്തായിരിക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത ഒരിക്കലും ഈ കാറിന് മൂവ്മെന്റ് വരില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ചിട്ട് ദ ഫോഴ്സിന്റെ എഫക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഫോർ ദാറ്റ് വി നീഡ് ദ ഡയറക്ഷൻ. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസ്റ്റ് ടുവേർഡ്സ് വെസ്റ്റോ അങ്ങനെ കുറെ ഡയറക്ഷൻസ്, ഏതെങ്കിലും ഡയറക്ഷൻ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി, ഡയറക്ഷനും കിട്ടി. അപ്പൊ നമുക്ക് പറയാം ഈ കാറിൽ ഇത് മൂവ്മെന്റ് ഉണ്ടാക്കുമോ ഇല്ലെന്ന്. ഈ കാറിൽ ഇത് മൂവ്മെന്റ് ഉണ്ടാക്കുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഐ ആം അപ്ലൈയിങ് ദ ഫോഴ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള ഡയറക്ഷനിൽ ഐ ഹാവ് അപ്ലൈഡ് 100 ന്യൂട്ടൺ ഫോഴ്സ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഓപ്ഷനാണ് നേച്ചർ ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ കാറിൽ. ഒന്നെങ്കിൽ നമുക്ക് കാറിന്റെ ബാക്കിൽ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പുൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതും നമ്മൾ ഫോഴ്സ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, പുഷ് ഫോഴ്സ് ആണോ പുൾ ഫോഴ്സ് ആണോ? അതുപോലത്തെ കുറെ ടൈപ്പ് നേച്ചറുകൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. പുഷ് ടൈപ്പ് ഫോഴ്സുകളും ഉണ്ട്, പുൾ ടൈപ്പ് ഫോഴ്സുകൾ. അതാണ് നേച്ചർ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ബ്ലോക്ക്, ഒരു സ്പോഞ്ചിന്റെ ചെറിയൊരു പീസ് ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ നിലത്തിരിക്കുകയാണ്. സോ വി ആർ അപ്ലൈങ് 100 ന്യൂട്ടൺ ഫോഴ്സ്. ഓക്കെ, അതിന് നമുക്ക് പുഷ് ചെയ്താൽ ഇത് കംപ്രസ് ആയിട്ട് ചെറിയ ഷേപ്പിലേക്ക് വരും. അതല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുൾ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഇലോങ്ങേറ്റ് ആയിട്ട് അതിന്റെ ലെങ്ത് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ കംപ്രസീവ് ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അത് വേണ്ട. ജസ്റ്റ് നേച്ചർ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടേം ഉണ്ട്. അതിന് ഫോഴ്സിന്റെ ആപ്ലിക്കേഷനിൽ മെയിൻ റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഒരു പുഷ് ഫോഴ്സും ഒരു പുൾ ഫോഴ്സും. രണ്ട് ടൈപ്പ് ഫോഴ്സ്, പുഷ് ഫോഴ്സും പുൾ ഫോഴ്സ്. ഒരു എക്സാമ്പിൾ മാത്രം പറയുന്നത് മാത്രം, പുഷ് ഓർ പുൾ ഫോഴ്സ്. നെക്സ്റ്റ് വൺ
പോയിന്റ് അറ്റ് വിച്ച് ദ ഫോഴ്സ് ആക്ട്. നോർമലി നമ്മൾ ഒരു വെഹിക്കിളൊക്കെ തള്ളുമ്പോൾ ഈ പോയിന്റിലാണ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിന് പ്രകാരം ഇൻസ്റ്റന്റ് വേറെ ഏതെങ്കിലും പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലേ നമുക്ക് ഹൗ മച്ച് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, നോർമൽ കാറിന്റെ ബാക്കിൽ പിടിച്ച് പുഷ് ചെയ്യണതിന് പകരം ഓക്കെ സംവൺ പുഷ് അലോങ് ദ സൈഡ്. ഓക്കെ, അലോങ് ദ സൈഡ് ഇവിടെ പിടിച്ചിട്ട് പുഷ് ചെയ്യും. ആൻഡ് സംവൺ പുഷ് അലോങ് ദിസ് വിൻഡോ, ബാക്ക് വിൻഡോന്റെ അവിടെ പിടിച്ചിട്ട് പുഷ് ചെയ്യും. ഓരോ പോയിന്റിൽ പുഷ് ചെയ്യുമ്പോഴും കാറിന് കിട്ടുന്ന എഫക്ട്സുകൾ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ പുഷ് ചെയ്യണ ഒരു കാറിനെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ പല പോയിന്റിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിൽ അപ്ലൈ ചെയ്യാം, സൈഡിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിൽ ആ വിൻഡോന്റെ അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, പല പോയിന്റിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് അനുസരിച്ച് കാറിന് കിട്ടുന്ന എഫക്റ്റുകളും ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മളൊരു ഫോഴ്സ് പറയുമ്പോൾ ആ ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ ഏത് പോയിന്റിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന ബോഡിയിൽ ഏത് പോയിന്റിലാണ് അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഫോഴ്സിന്റെ എഫക്റ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മെക്കാനിക്സിൽ കൂടുതലും പഠിക്കുന്നത് ഫോഴ്സിന്റെ എഫക്റ്റുകളെയും പറ്റിയിട്ടാണ്. സോ നമുക്ക് ഒരു ഫോഴ്സിന്റെ എഫക്റ്റ് അറിയണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ വേണം. അതെല്ലാവർക്കും അറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായാലും വേണം. അത് ഇതുവരെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ. അതിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന് നേച്ചർ ഓഫ് ദ ഫോഴ്സ്, രണ്ട് പോയിന്റ് അറ്റ് വിച്ച് ദ ഫോഴ്സ് ആക്ട് ഓൺ ദ ബോഡി. ഓക്കെ, അതിന് എക്സാം ഓരോ പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോഴും ബോഡിക്ക് കിട്ടുന്നത് ഡിഫറെന്റ് എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പോയിന്റും അതിന്റെ നേച്ചറും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ whether it will how much effect the force can cause on that body. Okay, അപ്പോൾ അതാണ് കേര ഓഫ് ദ ഫോഴ്സ് കൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫോഴ്സിന്റെ എഫക്റ്റ് പഠിച്ചു, നമ്മൾ അതിന്റെ കുറച്ച് കേരാസ് പഠിച്ചു. ഇനി കുറച്ച് ടൈപ്പ് ഫോഴ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് വി ക്യാൻ ട്രാൻസ്ഫർ ടു എനി അതർ പോയിന്റ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത് സിസ്റ്റം ഓഫ് ഫോഴ്സ് ആണ്. അതിൽ ഒരു കുറച്ചധികം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ ചിലപ്പോൾ കേട്ട് പരിചയമുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന്റെ വാക്കുകളൊക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ കോ പ്ലാനാർ ഫോഴ്സസ്. ആ വാക്കിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. കോ പ്ലാനാർ എന്ന് പറഞ്ഞാൽ സെയിം, പ്ലാനാർ എന്ന് പറഞ്ഞാൽ പ്ലെയിനിൽ, ഒരേ പ്ലെയിനിലുള്ള ഫോഴ്സുകളിനെ നമ്മൾ കോ പ്ലാനാർ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, നമുക്ക് എന്തൊക്കെ പ്ലെയിൻ ഉണ്ട്? നമ്മളിപ്പോ എല്ലാവരും ഒരു നിലത്താണ് ഇരിക്കുന്നത്, എല്ലാവരും നിലത്താണ് ഇരിക്കുന്നത്. അപ്പൊ അതൊരു പ്ലെയിൻ ആയിട്ട് നമുക്ക് എടുക്കാം, ഒരു ഷീറ്റ് അല്ലേ. ഓക്കെ, നമ്മൾ നിൽക്കുന്ന ഫ്ലോർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിന്റെ സർഫസ് അതൊരു പ്ലെയിൻ ആണ്. ഓക്കെ, പ്ലെയിൻ തന്നെ പ്ലെയിൻ സർഫസ്, അതാണ് അത്രേ ഉള്ളൂ, പ്ലെയിൻ സർഫസ്. അപ്പൊ നമ്മൾ കുറെ ഫോഴ്സുകളുണ്ട് നമ്മളെ കയ്യിൽ കുറെ ഫോഴ്സുകളുണ്ട്. ആ ഫോഴ്സുകളെല്ലാം ഒരു പ്ലെയിനിലാണെങ്കിൽ, ഓക്കെ പറയൂ, PPT കാണാല്ലേ? ഇപ്പോഴും ഉണ്ടോ? ഹലോ, ഓക്കെ, ബ്രേക്ക് ആവുന്ന വെച്ചൊന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അത് എന്താ നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാൻ ഫോണ് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഫോഴ്സ് ആണ് കോ പ്ലാനാർ ഫോഴ്സ്, ഒരു പ്ലെയിനിലുള്ള ഫോഴ്സുകൾ. അപ്പൊ ഞാനിവിടെ ഒരു പ്ലെയിൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പ്ലെയിൻ, നിങ്ങളുടെ ടേബിൾ ഒരു പ്ലെയിൻ ആണ്, നിങ്ങളൊരു കയ്യിൽ ഒരു പുസ്തകം എടുത്താൽ ആ പുസ്തകത്തിന്റെ സർഫസ് ഒരു പ്ലെയിൻ ആണ്, എല്ലാം ഒരു പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം ഒരേ പ്ലെയിനിലാണെങ്കിൽ, നമ്മൾ ആ ഫോഴ്സുകളെ കോ പ്ലാനാർ ഫോഴ്സസ് എന്ന് പറയും. അപ്പൊ ഞാനിവിടെ ഒരു പ്ലെയിൻ വരച്ചിട്ടുണ്ട്. എന്റെ എല്ലാ ഫോഴ്സുകളും ഈ പ്ലെയിനിലാണ് കിടക്കുന്നത്. ഒരു ഫോഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് ഇങ്ങനെ ഉണ്ട്, ഒരു ഫോഴ്സ് ഇങ്ങനെ ഉണ്ട്. ഓൾ മൈ ഫോഴ്സസ് ആർ ലൈയിങ് ഓൺ ദിസ് പ്ലെയിൻ. സോ ഐ ക്യാൻ കോൾ ദീസ് ഫോഴ്സസ് ആസ് എ കോപ്ലാനാർ ഫോഴ്സസ്. ഇപ്പൊ ഹൊറിസോണ്ടൽ മാത്രമല്ല, വെർട്ടിക്കൽ ആയിട്ടും പ്ലെയിൻ വരും. നിങ്ങളുടെ ഫ്രണ്ടിലുള്ള വെർട്ടിക്കൽ വാൾ അതൊരു പ്ലെയിൻ ആണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫോഴ്സുകളും ഈ വെർട്ടിക്കൽ വാളിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ ടെൽ all these forces on the vertical plane. So we can tell these forces are coplanar forces. കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ കുറെ ഫോഴ്സുകൾ ഉണ്ട്. എല്ലാ ഫോഴ്സുകളും ഒരു പ്ലെയിനിലാണെങ്കിൽ,
എല്ലാ ഫോഴ്സുകളും കിടക്കുന്നതോ എല്ലാ ഫോഴ്സുകളും നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പ്ലെയിനിലാണെങ്കിൽ വി ക്യാൻ tell that the force are coplanar force. എല്ലാ ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഇൻ ദ സെയിം പ്ലെയിൻ, ലൈൻ ഓഫ് ആക്ഷൻ ഓൺ ദ സെയിം പ്ലെയിൻ, then we can call it as a coplanar force. ഓക്കെ, അപ്പോൾ വാക്കിൽ നിന്ന് നമുക്ക് മീനിങ് എടുക്കാൻ പറ്റും. കോ പ്ലാനാർ, സെയിം പ്ലെയിൻ. രണ്ടാമത്തെ വാക്കാണ് കോ ലീനിയർ. കൊന്നു അഗെയിൻ സെയിം, ലീനിയർ എന്ന് പറഞ്ഞാൽ ലൈൻ. നമ്മൾ അനലൈസ് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം ഒരേ ലൈനിലാണെങ്കിൽ, നമ്മൾ അനലൈസ് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം സെയിം ലൈനിലാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കൊളീനിയർ ഫോഴ്സ്. അപ്പൊ ഞാനിവിടെ ഒരു ഫോഴ്സ് വരച്ചു, രണ്ടാമത്തെ ഫോഴ്സ് വരച്ചു. ഈ രണ്ട് ഫോഴ്സുകളും സെയിം ലൈൻ ഓഫ് ആക്ഷൻ അല്ലേ? ഒരെണ്ണം രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ളൂ, രണ്ടും സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഓക്കെ, ഞാൻ വേറെ ഒരു ഫോഴ്സ് കൂടെ വരച്ചു, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേറൊരു ഫോഴ്സ് വരച്ചു. ഇത് F1 എന്ന് പേര് കൊടുത്തു, ഇത് F2 എന്ന് പേര് കൊടുത്തു, ഇത് F3 എന്ന് പേര് കൊടുത്തു, ഇത് F4 എന്ന് പേര് കൊടുത്തു. സോ ദീസ് F1 and F2 are on the same line, so we can call it as a collinear force. Same line. F3 and F4 are on the same line, so we can call it as a collinear force. So line of action same line, line of action same line. കഴിഞ്ഞ ഇതുണ്ടായിരുന്നു, ലൈൻ ഓഫ് ആക്ഷൻ സെയിം പ്ലെയിൻ ആയപ്പോൾ കോപ്ലെയിനർ ആയി, ലൈൻ ഓഫ് ആക്ഷൻ സെയിം ലൈനിലായപ്പോൾ കൊളീനിയർ ആയി. ഓക്കെ, ആദ്യത്തെ രണ്ട് ഫോഴ്സിന്റെ പേര് നമുക്ക് അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനിഷൻ എഴുതാൻ പറ്റും. വീണ്ടും ബ്രേക്ക് ആവണ്ട, ആരോ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ടല്ലോ. ഹലോ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ പറയണോട്ടാ. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ ആദ്യത്തെ രണ്ട് ഫോഴ്സിന്റെയും നമുക്ക് പേര്, ആ ഡെഫിനിഷൻ അതിന്റെ പേര് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. മൂന്നാമത്തെ ഫോഴ്സിന്റെ ഡെഫിനിഷൻ അതിന്റെ പേരിൽ നിന്ന് എഴുതാൻ പറ്റില്ല. സോ തേർഡ് ഫോഴ്സ് ഈസ് കോൾഡ് കൺകറന്റ് ഫോഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മളതിൽ ഒരു സെറ്റ് ഓഫ് ഫോഴ്സുകൾ ഉണ്ട്. ആ സെറ്റ് ഓഫ് ഫോഴ്സിന് ഒരു കോമൺ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ, ആ സെറ്റ് ഓഫ് ഫോഴ്സിന് കോമൺ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ഫോഴ്സ് ആസ് എ കൺകറന്റ് ഫോഴ്സ്. അതാണ് the force which meet at one point are called as concurrent forces. ഓക്കെ, അപ്പോ ഞാനിവിടെ ഒരു ഫോഴ്സ് വരച്ചു, ഇതിന് P എന്ന് പേര് കൊടുത്തു. ഇവിടെ ഒരു ഫോഴ്സ് വരച്ചു, Q എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ രണ്ട് ഫോഴ്സുകൾ വെച്ചിട്ടുണ്ട്, Pയും Qയും വരച്ചിട്ടുണ്ട്. ആരോടെങ്കിലും ചോദിക്കാം നമുക്ക്. ഇപ്പൊ ആരോടത്ത് ചോദിക്കാം? കഴിഞ്ഞ ദിവസം കുറച്ച് ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതുവരെ ചോദിച്ചു മറന്നുപോയി. മീനാക്ഷി അവിടെ ഉണ്ടോ? മീനാക്ഷി, മീനാക്ഷിയുടെ ഓഡിയോ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് പറയൂ. അത് ഞാൻ വരച്ച രണ്ട് ഫോഴ്സുകളും കൺകറന്റ് ഫോഴ്സുകളാണോ അല്ലേ? മീനാക്ഷിയുടെ വീഡിയോ കാണാമല്ലോ. ഓക്കെ ഓക്കെ, കൺകറന്റ് ഫോഴ്സ് ആണോ അല്ലയോ? അത് മീറ്റ് ചെയ്യും അല്ലേ? എങ്ങനെ മീറ്റ് ചെയ്യാം? നമ്മൾ ആദ്യ റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫോഴ്സിനെ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്താല് ഈ രണ്ട് പോയിന്റും കൂടി ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്യും. അപ്പൊ അതിന് കോമൺ മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. സോ വി ക്യാൻ കോൾ ടു ഫോഴ്സസ് ആസ് എ കൺകറന്റ് ഫോഴ്സ്. ഓക്കെ മീനാക്ഷി, താങ്ക് യു. ഓക്കെ, ഞാൻ വേറെ രണ്ട് ഫോഴ്സ് കൂടി വരയ്ക്കാം. വരച്ചിട്ട് കുറച്ച് മഞ്ഞു പോയി, അല്ല ചെരിഞ്ഞു പോയി. അടുത്ത് ചോദിക്കാം.
മീര ബാലകൃഷ്ണൻ. മീര ബാലകൃഷ്ണൻ കാണാനല്ലോ. ഓക്കെ മീര ബാലകൃഷ്ണൻ പറയും ഞാനിപ്പോ വരച്ച രണ്ട് ഫോഴ്സുകൾ, അതിനിപ്പോ ഞാൻ വേറെ പേര് കൊടുക്കാം, ആർ എന്നും എസ് എന്നും പേര് കൊടുക്കാം. അപ്പൊ ഈ ഫോഴ്സുകളിൽ കൺകറന്റ് ഫോഴ്സ് ആണോ? അതെ അല്ല. അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് അതിന് പറയാം, അതിനെ പാരലൽ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ 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 മീര, താങ്ക് യു. അപ്പൊ നമുക്ക് ആർ എസ് എന്നുള്ള രണ്ട് ഫോഴ്സുകൾ ഒരിക്കലും മീറ്റ് ചെയ്യില്ല. ബിക്കോസ് ദേ ആർ പാരലൽ. പാരലൽ ആയിട്ടുള്ള ഫോഴ്സുകൾ ഒരിക്കലും മീറ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് അതിനെ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിയും ക്യൂവും അത് പാരലൽ അല്ല. അപ്പൊ നോൺ പാരലൽ അല്ലാത്ത എല്ലാ രണ്ട് ഫോഴ്സും കൺകറന്റ് ആണ്. പറയാൻ ശ്രദ്ധിക്കണം, രണ്ട് ഫോഴ്സ് എപ്പോഴും കൺകറന്റ് ആയിരിക്കും ഇഫ് ദേ ആർ നോൺ പാരലൽ. രണ്ട് എന്നുള്ള കണ്ടീഷൻ മാത്രം. ടു ഫോഴ്സ് എപ്പോഴും കൺകറന്റ് ആയിരിക്കും ഇഫ് ദേ ആർ നോൺ പാരലൽ. ഓക്കെ, ഇപ്പൊ രണ്ടിൽ കൂടുതലുണ്ട് വിചാരിച്ചു. രണ്ടിൽ കൂടുതലുള്ള ഫോഴ്സുകൾ നമുക്ക് എപ്പോഴും ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വരയ്ക്കാം. സോ ഐ ഗോട്ട് വൺ ഫോഴ്സ് ഹിയർ ആൻഡ് വൺ ഫോഴ്സ് ഹിയർ and one force here. ഓക്കെ, അതിന് എ ബി സി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ മൂന്ന് ഫോഴ്സ് വരച്ചിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഫോഴ്സ് വരച്ചിട്ടുണ്ട്. അപ്പൊ എ ബി സി എന്നുള്ള മൂന്ന് ഫോഴ്സുകൾ കൺകറന്റ് ആണോ? മേഘ രാജേഷ്. കൺകറന്റ് അല്ല. എന്താ കാരണം? അങ്ങനെ പറയാൻ എന്താ കാരണം? Okay, I will extend the force B in the backward direction. So it will meet A, and I meet C in the backward direction. It will meet B and A. At this point it will meet A. At this point it will meet B. So why you are not calling it as a concurrent forces? Sorry? No. Concurrent force one എന്താ പറഞ്ഞാണ്? So it should have a common meeting point. It should have a common meeting point. So we got a three forces. ഈ മൂന്ന് ഫോഴ്സിനും കോമൺ ആയിട്ട് we don't have any meeting point. So that's why they are not concurrent forces. Okay, thank you മേഘ. അപ്പൊ കൺകറന്റ് മീനിങ് മനസ്സിലായല്ലോ. നമുക്കൊരു കോമൺ മീറ്റിംഗ് പോയിന്റ് വേണം. എങ്ങനെയും മീറ്റ് ചെയ്താൽ പോരാ, ഒരു കോമൺ മീറ്റിംഗ് പോയിന്റ് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. The forces which meet at one point, എങ്ങനെയും മീറ്റ് ചെയ്താൽ പോരാ, meet at one point, they are called concurrent forces. അപ്പൊ കൺകറന്റ് ഫോഴ്സിന് എങ്ങനെ എക്സാമ്പിൾ വരയ്ക്കാം? ഒരു എക്സാമ്പിൾ വരച്ചു. സോ രണ്ട് ഫോഴ്സ് എപ്പോഴും കൺകറന്റ് ആയിരിക്കും. അത് നോൺ പാരലൽ അല്ലെങ്കിൽ ഇത് കൺകറന്റ് ആയിരിക്കും. So this has three forces. All three got a common meeting point. So they are concurrent forces. Okay. വീണ്ടും ഞാൻ വരച്ചു. So these three forces. Again, these three forces got a common meeting point. So they are concurrent forces. അപ്പൊ concurrent എന്നുള്ള വാക്കിന്റെ മീനിങ് മനസ്സിലായല്ലോ. സെയിം മീറ്റിംഗ് പോയിന്റ് ഉള്ള ഫോഴ്സിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സുകൾ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എല്ലാത്തിനും ഓരോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് കൊളീനിയർ ഫോഴ്സ്. അപ്പൊ നമ്മളിപ്പോ പ്ലെയിനിലും വരയ്ക്കുന്നുണ്ട്, സ്പേസിലും വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്പേസിൽ അങ്ങനെ കൊളീനിയർ ഫോഴ്സ് നമ്മൾ ഒരിക്കലും വരയ്ക്കേണ്ട ആവശ്യമില്ല. പ്ലെയിനിൽ നമ്മൾ ഒരു പ്ലെയിനിലെ എല്ലാ ഫോഴ്സും ഒരേ ലൈനിലാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കൊളീനിയർ ഫോഴ്സ്. ഓക്കെ, പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സുകൾ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ ഫോഴ്സുകൾ പാരലൽ ടു ഈച്ച് അതർ ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പാരലൽ ഫോഴ്സ്. അപ്പൊ അങ്ങനത്തെ എക്സിസ്റ്റൻസ് സ്പേസിലും പോസിബിൾ ആണ്. ഒരേ പ്ലെയിനിൽ തന്നെ ആയിക്കോളണം നിർബന്ധമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് കമ്പൽസറി.
So in this plane, all the three forces are parallel. Okay. So in the second figure, ഈ ഫിഗറിൽ എനിക്കൊരു റെക്ടാംഗിൾ ഉണ്ട്. അതിന്റെ 4 കോർണറിലും 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. 2 ഡൗൺവേർഡ്, 2 അപ്വേർഡ് ഡയറക്ഷനിൽ. ഓക്കെ. ഓൾ ആർ പാരലൽ ഫോഴ്സസ്, ബട്ട് ദേ ആർ നോട്ട് ഓൺ ദ സെയിം പ്ലെയിൻ. ഒരു പ്ലെയിനിലൊന്നല്ല അവർ ആക്ട് ചെയ്യുന്നത്, ഡിഫറെന്റ് പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്, ബട്ട് ദേ ആർ പാരലൽ ഫോഴ്സ്. പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കോപ്ലാനാർ ഫോഴ്സ് ആയിക്കോണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മീൻസ് എപ്പോഴും ഡിസ്റ്റൻസ് സെയിം ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഫോഴ്സ്. പാരലൽ എന്നുള്ള അതിന്റെ മീനിങ് അറിയാലോ. ഓക്കെ. പാരലൽ ഫോഴ്സ് കോപ്ലാനാർ ആവാം, ആവാതിരിക്കാം, നോട്ട് കമ്പൽസറി. Okay. Similarly, concurrent forces. Concurrent force, again, I am representing the concurrent force on a plane. The concurrent force ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ്. ഇത് concurrent force ഒരു സ്പേസിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ്. കൺകറന്റ് ഫോഴ്സ് എപ്പോഴും കോപ്ലാനാർ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു പ്ലെയിനിൽ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇറ്റ് മേ ബി കോപ്ലാനാർ, ഇറ്റ് മേ നോട്ട് ബി കോപ്ലാനാർ. കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്. അത് ഞാൻ ഒരു എക്സാമ്പിൾ കൂടി വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കൺകറന്റ് ഫോഴ്സ് എങ്ങനെ നോൺ കോപ്ലാനാർ ആവാന്ന്. ഓക്കെ. ഇത് നോൺ പാരലൽ നോൺ കൺകറന്റ് ഫോഴ്സ്. ഇത് പാരലും അല്ല കൺകറന്റും അല്ലാത്ത ഫോഴ്സ് ആണ്. ഇത് സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യും, പ്ലെയിനിലും എക്സിസ്റ്റ് ചെയ്യും, രണ്ടിലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനിയിപ്പോ ഈ പറഞ്ഞ സിറ്റുവേഷൻ, ഈ രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷൻ, അതായത് സ്പേസിലുള്ള കൺകറന്റ് ഫോഴ്സിന്, അതായത് ഒരു പ്ലെയിനിലല്ലാണ്ട് 3D ആയിട്ട് വരുന്ന കൺകറന്റ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഒരു ട്രാഫിക് ലൈറ്റ് 3 റോപ്പ് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തേക്കാണ്. ഒരു ട്രാഫിക് ലൈറ്റ് 3 റോപ്പ് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തേക്കാണ്. ഫിഗർ കാണാണ്ടല്ലോ. അപ്പൊ ഒരിക്കലും നമുക്ക് ഈ 3 റോപ്പുകളും ഒരു പ്ലെയിനിലായിരിക്കില്ല. അതുപോലെ ട്രാഫിക് ലൈറ്റിന്റെ വെയിറ്റ് ആയിരിക്കും താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതിനൊരു 100 കിലോഗ്രാം വെയിറ്റ് എന്ന് വിചാരിച്ചു. 100 കിലോഗ്രാം വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ ആ വെയിറ്റ് എല്ലാം ഷെയർ ചെയ്യുന്നത് ഈ 3 റോപ്പും കൂടി ഷെയർ ചെയ്യും. കുറച്ച് പോർഷൻ ഇവരെടുക്കും, കുറച്ച് പോർഷൻ ഇവരെടുക്കും, കുറച്ച് പോർഷൻ റോപ്പ് എടുക്കും. സോ ഇതിലും 4 ഫോഴ്സുകൾ, ഒരു ഫോഴ്സ് ഡൗൺവേർഡ്, 3 ഫോഴ്സ് ഇൻക്ലൈൻ ആയിട്ടുള്ള അപ്വേർഡ് ഡയറക്ഷനിൽ. ഈ 4 ഫോഴ്സും കൺകറന്റ് ആണ്, ബട്ട് ദേ ആർ നോട്ട് കോപ്ലാനാർ. അതെല്ലാം ഒരു സെയിം പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇതിൽ ഓരോ ഫോഴ്സിനും പേര് കൊടുത്തു. ഇതിന് P എന്ന് പേര് കൊടുത്തു, ഇതിന് Q എന്ന് പേര് കൊടുത്തു, ഇതിന് R എന്ന് പേര് കൊടുത്തു, ഇതിന് S എന്ന് പേര് കൊടുത്തു. ഓക്കെ. ഇനി എനിക്ക് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാണ്ട്. ലാസ്റ്റ് ഏതൊരെത്തി, മെറിൻ ജെയിംസ്. മെറിൻ ജെയിംസ്, പിയും ക്യൂവും കോപ്ലാനാർ ആണോ? അതെ. എന്തുകൊണ്ടാണ് അതെന്ന് പറയാൻ കാരണം? ഓക്കെ. സെയിം പോയിന്റ് എന്നല്ല, ഞാൻ കോപ്ലാനാർ ആണോന്ന് ചോദിച്ചു. കോപ്ലാനാർ കൺകറന്റ് ആണോന്നല്ലേ ചോദിച്ചു. പിയും ക്യൂവും കോപ്ലാനാർ ആണോ? അല്ല എന്നാണ് പറയുന്നത്. ഉറപ്പിച്ചോ? ഓക്കെ. അപ്പൊ പിയും ക്യൂവും ഒരു പ്ലെയിനിലല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ പിയും ക്യൂവും ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു പ്ലെയിൻ ആയിട്ട് വരച്ചു. അപ്പൊ പിയും ക്യൂവും ഒരു പ്ലെയിനിലായി. പിയും ക്യൂവും ഇൻക്ലൈൻ ആയിട്ട് കിടക്കണ്, ബട്ട് ആ പിയും ക്യൂവും ഇൻക്ലൈൻ ആയിട്ട് ഞാനൊരു പ്ലെയിൻ ആയിട്ട് വരച്ചു. മനസ്സിലായ? അപ്പൊ 2 ഫോഴ്സുകൾ എപ്പോഴും കോപ്ലാനാർ ആയിരിക്കും. എങ്ങനെ 2 ഫോഴ്സ് വെച്ചാലും നമുക്ക് അതിനെ ഒരു പ്ലെയിനിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. എങ്ങനെ 2 ഫോഴ്സ് വെച്ചാലും ആ 2 ഫോഴ്സ്, നിങ്ങളിപ്പോ നിങ്ങളുടെ കയ്യിലുള്ള 2 പാൻ ഉണ്ടെന്ന് വെച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ 2 പാൻ ഉണ്ടായിരിക്കും. ആ 2 പാന എങ്ങനെ വെച്ചിട്ടും ആ 2 പാനിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന മോഡലിൽ ഒരു പ്ലെയിൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഓക്കെ മെറിൻ, താങ്ക് യു.
അപ്പൊ അതുപോലെ പിയും ക്യൂവും നമുക്കൊരു പ്ലെയിനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ആറും ക്യൂവും ആറും നമുക്കൊരു പ്ലെയിനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ എസും ആറും ഒരു പ്ലെയിനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, രണ്ട് ഫോഴ്സുകൾ എടുത്ത് നമുക്ക് അതിനെ ഒരു പ്ലെയിനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് സുഖമായിട്ട് നമുക്ക് അതിന് പ്ലെയിനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് ഫോഴ്സുകൾ നമുക്ക് ഒരു പ്ലെയിനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറഞ്ഞാൽ എപ്പോഴും അത് ഒരു കോപ്ലാനാർ ഫോഴ്സുകളായിരിക്കും. ഇനി നമുക്ക് അതിന്റെ തന്നെ കുറച്ചും കൂടി ടൈപ്സ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ കൂടെ പഠിക്കുന്നതാണ് കോപ്ലാനാർ ആൻഡ് കൺകറന്റ് ഫോഴ്സ്. കോപ്ലാനാറും ആണ് കൺകറന്റും ആണ്. അപ്പൊ നമ്മൾ പഠിച്ച രണ്ട് ടേംസിനെ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. അപ്പൊ ഇതാണ് ഇതിലെ മൂന്നാമത്തെ ഫിഗർ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് വരച്ച മൂന്നാമത്തെ ഫിഗർ. ഇതിൽ കൺകറന്റ് ഫോഴ്സ് പറഞ്ഞിട്ട് അവര് മൂന്ന് ഫോഴ്സുകൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഈ മൂന്ന് ഫോഴ്സുകളും ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്. സോ വി ക്യാൻ ടെൽ ദീസ് ത്രീ ഫോഴ്സസ് ആർ കോപ്ലാനാർ ആൻഡ് കൺകറന്റ്. രണ്ടുമാണ്, കോപ്ലാനാറും ആണ് കൺകറന്റും ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ട്രാഫിക് ലൈറ്റിന്റെ സിസ്റ്റം, ട്രാഫിക് ലൈറ്റിന്റെ വെയിറ്റ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പി ക്യു ആർ എന്നുള്ള മൂന്ന് ഫോഴ്സുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് ഫോഴ്സുകളും ഒരിക്കലും ഒരു പ്ലെയിനിലല്ല കിടക്കുന്നുണ്ടായിരിക്കുക. നാല് ഫോഴ്സുകൾ. ഈ നാല് ഫോഴ്സുകൾ ഒരു പ്ലെയിനിലല്ല കിടക്കുന്നത്. ബട്ട് ഈ നാല് ഫോഴ്സിനും കോമൺ മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. സോ ദേ ഗോട്ട് എ കോമൺ മീറ്റിംഗ് പോയിന്റ്, ബട്ട് ദേ ആർ നോട്ട് ലൈയിങ് ഓൺ ദ സെയിം പ്ലെയിൻ. അപ്പോൾ നമുക്ക് രണ്ട് ടേംസ് പഠിക്കാനുള്ളത്. ഒന്ന് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ്, സെക്കൻഡ് വൺ നോൺ കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ്. രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. കോപ്ലാനാർ കൺകറന്റ് എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിനിലുള്ള കൺകറന്റ് ഫോഴ്സുകൾ. നോൺ കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ കൺകറന്റ് ആണ്, ബട്ട് ദേ ആർ ഓൺ ദ സെയിം പ്ലെയിൻ. നമുക്ക് ഒരിക്കലും ഒരു നാല് ഫോഴ്സിനെ ഒന്നും ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. പറ്റായികല്ല, ഇതിലിപ്പോ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ നാല് ഫോഴ്സിനെയും ഒരിക്കലും നമുക്ക് ഒരു പ്ലെയിനിലേക്ക് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അപ്പോ രണ്ട് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു പ്ലെയിൻ വരയ്ക്കാം. ഒരിക്കലും നമുക്ക് ഈ നാല് സിസ്റ്റത്തിന് നമുക്ക് ഒരിക്കലും ഒരു പ്ലെയിനിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ കോൾഡ് നോൺ കോപ്ലാനാർ കൺകറന്റ്. ഓക്കെ, നോൺ കോപ്ലാനാർ കൺകറന്റ് നമ്മൾ പഠിച്ച രണ്ട് വാക്കിനെ കമ്പൈൻ ചെയ്യുന്നതാണ്. നോൺ കോപ്ലാനാർ കൺകറന്റ്. നമ്മൾ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിൻ, സെയിം മീറ്റിംഗ് പോയിന്റ്. കോപ്ലാനാർ നോൺ കൺകറന്റ് എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിൻ ബട്ട് ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് പോയിന്റ്. അത് നമ്മളിവിടെ ഫിഗറിൽ വരച്ചിട്ടുണ്ട്. ഈ മൂന്ന് ഫോഴ്സുകളും കോപ്ലാനാർ ആണ്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എ കോമൺ മീറ്റിംഗ് പോയിന്റ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോപ്ലാനാർ നോൺ കൺകറന്റ് ഫോഴ്സ്. നമ്മൾ പഠിക്കുന്ന ആകെ മൂന്ന് ടേംസ് ഉള്ളൂ: പ്ലാനാർ, കൊളീനിയർ, കൺകറന്റ്. ആ മൂന്നും വീണ്ടും തിരിച്ചും മറിച്ചൊക്കെ ഉപയോഗിക്കുന്നത് മാത്രം. But this is a coplanar non-concurrent force. Okay. നമ്മളെ രണ്ട് ടേംസ് ആയി, കോപ്ലാനാർ കൺകറന്റ് ആയി, കോപ്ലാനാർ നോൺ കൺകറന്റ് ആയി. ഇനി ഇതിന്റെ രണ്ടിന്റെയും തിരിച്ചിട്ടുള്ളത് നോൺ കോപ്ലാനാർ കൺകറന്റും നോൺ കോപ്ലാനാർ നോൺ കൺകറന്റും. രണ്ട് ടേംസ് കൂടിയും നോൺ കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിനിലല്ല, ബട്ട് ദേ ആർ കൺകറന്റ്. അത് നമ്മളിപ്പോൾ ട്രാഫിക് ലൈറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ സെയിം പ്ലെയിനിലല്ല, ബട്ട് ദേ ആർ കൺകറന്റ് ഫോഴ്സസ്. നോൺ കോപ്ലാനാർ നോൺ കൺകറന്റ്, സെയിം പ്ലെയിനിലും അല്ല കൺകറന്റും അല്ല. എക്സാമ്പിൾ അവിടെ വരച്ചിട്ടൊന്നുമില്ല. ഓക്കെ, കുറെ ഫോഴ്സുകൾ ഒരു ബന്ധമില്ലാണ്ട്, കോമൺ മീറ്റിംഗ് പോയിന്റ് ഒന്നും ഇല്ലാണ്ട്, ഒരു പ്ലെയിനിലല്ലാണ്ട് കിടക്കുന്ന ഫോഴ്സുകൾ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ നോൺ കോപ്ലാനാർ നോൺ കൺകറന്റ്. സോ ദേ ഡോണ്ട് ഹാവ് എ common plane or common meeting point. So does not meet at common point or does not lies on a common plane. So they are called non-coplanar non-concurrent forces. Okay, ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് റിസൾട്ടിന്റെ ഇനി നാളെ മുതൽ നമുക്ക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രോബ്ലംസ് നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇത്ര ഇതോട് കൂടിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഹലോ, അറ്റൻഡൻസ് നിങ്ങൾ കുറച്ച് കറക്ഷൻ, റോൾ നമ്പറിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിവേ ഇന്നും കൂടി നിങ്ങൾ അറ്റൻഡൻസ് നിങ്ങളുടെ ഗൂഗിൾ ഫോമിൽ മാർക്ക് ചെയ്യാൻ, ഞാൻ എന്നിട്ട് ആബ്സെന്റ് ആയവരുടെ ലിസ്റ്റ് ഗ്രൂപ്പിലിടാം. അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ വീണ്ടും ഈ ചാറ്റ് ബോക്സിൽ ഞാൻ അറ്റൻഡൻസിന്റെ ലിങ്ക് ഇടാം.
അപ്പോൾ അതിലൊന്ന് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് അത് ഞാൻ ERP-യിൽ മാർക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഫോം മീൻസ് ഗ്രൂപ്പിലിടാം. അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്താലോ? ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ടൈം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് 10:05 നെക്സ്റ്റ് അവർ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.